حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا وسيدنا تقي الدين محمد الدارمي القادري قدس الله سره. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا رب العالمين. في كل حدث أبدا هذا خلقك ورضا نفسي وزنة عرشه ومداد كلماته. هذا خلقه ورضا نفسه وزنة عرشه ومداد كلماته وعدد ما في علم الله وعلم رسول الله وعدد حسنات سيد الوجود سيد الكائنات محمد المصطفى أشرف الخلق يسوع سيد البدريين وعدد حسنات جميع الأنبياء والمرسلين وعدد مخلوقاتك كلها يا. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് വന്നത് റിയാ സുമ്മത്ത് ഒന്നും പാടില്ല എന്നും പിന്നീട് നമ്മൾ ഖൈറിന്റെ മാർഗത്തിൽ ഒന്നാമനായി പോകണമെന്നും പിന്നെന്തു പറഞ്ഞു, പിന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നതിനെ പറ്റിയും തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ എഴുന്നേൽക്കുന്നത് നിസ്കരിക്കുന്നത് കണ്ടാൽ നമ്മളെ കുടുംബം എഴുന്നേൽക്കും. അതല്ലെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന അറിഞ്ഞ 10 പേര് നിസ്കരിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ 10 പേര് നിസ്കരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാമെന്നും, അതേ പ്രകാരം തന്നെ അള്ളാഹു നമ്മളെ വല്ല പരീക്ഷണവും പരീക്ഷിക്കുകയാണെങ്കിൽ അത് ക്ഷമിച്ചു. ആ ക്ഷമ 1-2 പേരെ അറിയിക്കുന്നതിനോ അല്ലെ അറിയുന്നതിനോ, അറിയിക്കലും അറിയുന്നതും രണ്ടാണ്. ഏതായാലും ഒരാൾ അറിയുന്നതിന് നമ്മൾ അതിനകത്ത് വിഷമിക്കണ്ട എന്ന്, നമ്മളെ സബർ പോലെ ഇങ്ങനെ വിഷമങ്ങളുള്ളവർ ക്ഷമിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അറിയിക്കുന്നതിനും തരാറില്ല. ആ വിഷയമെല്ലാം പറഞ്ഞു. അതെല്ലാം ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ഖൽബിയായ ചിന്തയിലാണ് അതിന് പ്രതിഫലം കിട്ടുന്നതും അതേ പ്രകാരം തന്നെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതും. അതിനൊരു തെളിവെന്നാണ് മഹാനവറുകൾ പറയുകയാണ്. വസമീഅതു സയ്യിദി അലിയൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു ലാ യൻബഗി ഇൽഹാറുൽ അഅമാൽ للأكابر إظهار الأعمال إلا للأكابر من العلماء والصالحين الغواصين على دسائس النفوس. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് വന്നത് റിയാ സുമ്മത്ത് ഒന്നും പാടില്ല എന്നും പിന്നീട് നമ്മൾ ഖൈറിന്റെ മാർഗത്തിൽ ഒന്നാമനായി പോകണമെന്നും പിന്നെന്തു പറഞ്ഞു, പിന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നതിനെ പറ്റിയും തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ എഴുന്നേൽക്കുന്നത് നിസ്കരിക്കുന്നത് കണ്ടാൽ നമ്മളെ കുടുംബം എഴുന്നേൽക്കും. അതല്ലെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന അറിഞ്ഞ 10 പേര് നിസ്കരിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ 10 പേര് നിസ്കരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാമെന്നും, അതേ പ്രകാരം തന്നെ അള്ളാഹു നമ്മളെ വല്ല പരീക്ഷണവും പരീക്ഷിക്കുകയാണെങ്കിൽ അത് ക്ഷമിച്ചു. ആ ക്ഷമ 1-2 പേരെ അറിയിക്കുന്നതിനോ അല്ലെ അറിയുന്നതിനോ, അറിയിക്കലും അറിയുന്നതും രണ്ടാണ്. ഏതായാലും ഒരാൾ അറിയുന്നതിന് നമ്മൾ അതിനകത്ത് വിഷമിക്കണ്ട എന്ന്, നമ്മളെ സബർ പോലെ ഇങ്ങനെ വിഷമങ്ങളുള്ളവർ ക്ഷമിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അറിയിക്കുന്നതിനും തരാറില്ല. ആ വിഷയമെല്ലാം പറഞ്ഞു. അതെല്ലാം ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ഖൽബിയായ ചിന്തയിലാണ് അതിന് പ്രതിഫലം കിട്ടുന്നതും അതേ പ്രകാരം തന്നെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതും. അതിനൊരു തെളിവെന്നാണ് മഹാനവറുകൾ പറയുകയാണ്. വസമീഅതു സയ്യിദി അലിയൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു ലാ യൻബഗി ഇൽഹാറുൽ അഅമാൽ للأكابر إظهار الأعمال إلا للأكابر من العلماء والصالحين الغواصين على دسائس النفوس. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് വന്നത് റിയാ സുമ്മത്ത് ഒന്നും പാടില്ല എന്നും പിന്നീട് നമ്മൾ ഖൈറിന്റെ മാർഗത്തിൽ ഒന്നാമനായി പോകണമെന്നും പിന്നെന്തു പറഞ്ഞു, പിന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നതിനെ പറ്റിയും തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ എഴുന്നേൽക്കുന്നത് നിസ്കരിക്കുന്നത് കണ്ടാൽ നമ്മളെ കുടുംബം എഴുന്നേൽക്കും.
അതല്ലെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന 10 പേര് നിസ്കരിക്കുമെന്നറിഞ്ഞെങ്കിൽ 10 പേര് നിസ്കരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേക്കാമെന്നും അതേ പ്രകാരം തന്നെ അള്ളാഹു നമ്മളെ വല്ല പരീക്ഷണവും പരീക്ഷിക്കുകയാണെങ്കിൽ അത് ക്ഷമിച്ചു, ആ ക്ഷമ 1-2 പേരെ അറിയിക്കുന്നതിനോ അല്ലെ അറിയുന്നതിനോ, അറിയിക്കലും അറിയുന്നതും രണ്ടാണ്, ഏതായാലും ഒരാൾ അറിയുന്നതിന് നമ്മൾ അതിനകത്ത് വിഷമിക്കണ്ട എന്നും നമ്മളെ സബർ പോലെ ഇങ്ങനെ വിഷമങ്ങളുള്ളവർ ക്ഷമിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അറിയിക്കുന്നതിനും തരാറില്ല. ആ വിഷയമെല്ലാം പറഞ്ഞു. അതെല്ലാം ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ഖൽബിയായ ചിന്തയിലാണ് അതിന് പ്രതിഫലം കിട്ടുന്നതും അതേ പ്രകാരം തന്നെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതും. അതിനൊരു തെളിവെന്നാണ് മഹാനവറുകൾ പറയുകയാണ്. വസമീഅതു സയ്യിദി അലിയൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു ലാ യൻബഗി ഇൽഹാറുൽ അഅമാൽ للأكابر إظهار الأعمال إلا للأكابر من العلماء والصالحين الغواصين على دسائس النفوس. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് വന്നത് റിയാ സുമ്മത്ത് ഒന്നും പാടില്ല എന്നും പിന്നീട് നമ്മൾ ഖൈറിന്റെ മാർഗത്തിൽ ഒന്നാമനായി പോകണമെന്നും പിന്നെന്ത് പറഞ്ഞു, പിന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നതിനെ പറ്റിയും തഹജ്ജുദ് നിസ്കരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ നിസ്കരിക്കുന്നത് കണ്ടാൽ നമ്മൾ കുടുംബം എഴുന്നേക്കും. അതല്ലെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന 10 പേര് നിസ്കരിക്കുമെന്നറിഞ്ഞെങ്കിൽ 10 പേര് നിസ്കരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേക്കാമെന്നും അതേ പ്രകാരം തന്നെ അള്ളാഹു നമ്മളെ വല്ല പരീക്ഷണവും പരീക്ഷിക്കുകയാണെങ്കിൽ അത് ക്ഷമിച്ചു, ആ ക്ഷമ 1-2 പേരെ അറിയിക്കുന്നതിനോ അല്ലെ അറിയുന്നതിനോ, അറിയിക്കലും അറിയുന്നതും രണ്ടാണ്, ഏതായാലും ഒരാൾ അറിയുന്നതിന് നമ്മൾ അതിനകത്ത് വിഷമിക്കണ്ട എന്നും നമ്മളെ സബർ പോലെ ഇങ്ങനെ വിഷമങ്ങളുള്ളവർ ക്ഷമിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അറിയിക്കുന്നതിനും തരാറില്ല. ആ വിഷയമെല്ലാം പറഞ്ഞു. അതെല്ലാം ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ഖൽബിയായ ചിന്തയിലാണ് അതിന് പ്രതിഫലം കിട്ടുന്നതും അതേ പ്രകാരം തന്നെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതും. അതിനൊരു തെളിവെന്നാണ് മഹാനവറുകൾ പറയുകയാണ്. വസമീഅതു സയ്യിദി അലിയൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു ലാ യൻബഗി ഇൽഹാറുൽ അഅമാൽ للأكابر إظهار الأعمال إلا للأكابر من العلماء والصالحين الغواصين على دسائس النفوس.